സ്വാമി, നിങ്ങൾ എവിടെന്നാണ് വരുന്നത്? ഞങ്ങൾ പാലക്കാട് ടൗണിൽ മൂത്താന്തര പറഞ്ഞൊരു പ്രദേശമുണ്ട്, ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. എത്ര കിലോമീറ്റർ നടക്കുന്നത്? 112 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ. പഴനി അടിവാരം കഴിഞ്ഞ് നമ്മുടെ തന്നെ സ്വന്തം സമുദായത്തിൻ്റെ സ്ഥലമുണ്ട്, അവിടെ ഒരു മണ്ഡപമുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു 114 കിലോമീറ്റർ ആവും. ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന കാവടിയോടൊപ്പം തന്നെ ഞങ്ങളുടെ തറവാട്ടിലെ കാവടിയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് ഒരു 112 വീടുകളിൽ കാവടി പൂജ നടക്കും. അതല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ആണ്ടി പൂജ പറഞ്ഞിട്ടൊരു ചടങ്ങ് നടക്കും. കാവടി പൂജ കഴിക്കുന്ന സ്ഥലത്ത് ആണ്ടി പൂജ ഉണ്ടാവില്ല, ആണ്ടി പൂജ നടക്കുന്ന സ്ഥലത്ത് കാവടി പൂജ ഉണ്ടാവില്ല. കാവടി പൂജ എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടിയത് നമ്മൾ ഈ പേരൂർ മേൽമഠം, അവിടുത്തെ ഒരു ആചാര്യരുണ്ട്, അവരുടെ കീഴിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വരലാറ് തന്നെ പൂമ്പുകാർ പട്ടണത്തിൽ നിന്ന് കണ്ണകിയോടൊപ്പം വന്നവരാണെന്നാണ് നമ്മുടേതായിട്ടുള്ള വരലാറ്. അതനുസരിച്ച് എല്ലാ വർഷവും തൈപ്പൂയം ദിവസം ഞങ്ങൾ ശിവഗോത്രക്കാരാണ്. ശിവഗോത്രക്കാരായതുകൊണ്ട് തന്നെ ശിവാചാര്യർ നിർദ്ദേശിക്കുന്ന, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള കാര്യം. അതനുസരിച്ച് തൈപ്പൂയം ദിവസം പഴനിയിലുള്ള മലയുടെ മുകളിലുള്ള ബാലദണ്ഡായുധപാണി സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു സാധന. ഇതൊരു 6-7 തലമുറകളായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്നു. ഞാൻ തന്നെ, എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തശ്ശൻ, അങ്ങനെ തുടങ്ങുമ്പോൾ എൻ്റെ 3-ാം തലമുറയാണ് ഞാൻ. എൻ്റെ തൊട്ട് പുറകിലുള്ള മകനും പേരക്കുട്ടിയായിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 തലമുറ മുമ്പിലും 2 തല പുറകിലുമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു 5 തലമുറയായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്നൊരു സാധനയാണ് ഈ തൈപ്പൂയം. മകരമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ഞങ്ങളവിടെ കാവടിക്ക് ഇതിൻ്റെ മുകളിലൊരു കുമിഴുണ്ട്, അതാണ് കൊടിയേറ്റം എന്നുള്ള ചടങ്ങ്. ആ ദിവസം തന്നെയാണ് പഴനിയിലും ഈ കൊടിയേറ്റം നടക്കുക, തൈപ്പൂയത്തിന് വേണ്ടിയിട്ട്. ആ ദിവസം നമ്മൾ കൊടിയേറ്റം എന്നുള്ള സങ്കല്പത്തിൽ കാവടിക്ക് കുമിഴ് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെയും വൈകുന്നേരവും 2 പൂജയും, അതിൻ്റെ അടുത്ത ദിവസം 4 പൂജയും കഴിച്ച് വഴിയിൽ അവിടുന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. ഭരണി കഴിഞ്ഞ് കാർത്തികയ്ക്ക് പൂജ കഴിഞ്ഞ് രോഹിണി തൊട്ട് ഞങ്ങൾ നടക്കും. രോഹിണി, മകീരം, തിരുവാതിര, ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഈ സമയത്ത് അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ 3 സ്ഥലത്തായിട്ട് നമ്മളുടെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു 3000-ന് മീതെ ആൾക്കാരുണ്ടാവും. അതിൽ അരിഭക്ഷണം കഴിക്കാത്തവരും ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട്, വ്രതത്തിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ കഴിക്കാതെയും പോകും. എങ്കിലും അവിടുത്തെ ഈ കാവടികളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഒരു പടപ്പ് പൂജ കഴിഞ്ഞ് അവിടെ കൂടിയിട്ടുള്ളവരും അവിടെ എത്തിച്ചേരുന്നവർക്കും അവിടുത്തെ നാട്ടുകാരും നമ്മളോടൊപ്പം വന്ന് ചേർന്ന് ഒരു സമപന്തിയിൽ ഊണ് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധ പക്ഷപാതങ്ങളും ഇല്ലാതെ വേർതിരിവില്ലാതെയുള്ളൊരു അവസ്ഥയാണ് ഈ കാവടി പൂജയിൽ നമുക്ക് കിട്ടുക. ഇന്ന് രാത്രി ഞങ്ങൾ പൊള്ളാച്ചി എത്തും. നാളെ ഞങ്ങൾ പൊള്ളാച്ചിക്കും ഉടുമലപ്പേട്ടയ്ക്കും ഇടയിൽ ഒരു കോലാർപട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ചുങ്കെന്ന് പറയും. അവിടെ ഒരു മലയാണ്, അവിടെ ഒരു ആചാര്യനൊക്കെ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പൂജ കഴിക്കുക. അവിടെയും ഇതേമാതിരി തന്നെ 3-4 സ്ഥലങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാവടികളൊക്കെ വെച്ച് പൂജയും കഴിച്ച് ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നാളെ രാത്രി ഉടുമലയിൽ എത്തുന്നവരുമുണ്ട്, അതല്ലെങ്കിൽ മടത്തുക്കുളം എത്തുന്നവരുമുണ്ട്. പണ്ട് കാലത്ത് മടത്തുക്കുളം പുഴയിലായിരുന്നു നമ്മുടെ ഈ കാവടി പൂജയും പടപ്പൊക്കെ നടന്നിരുന്നത്. ഇപ്പം അതല്ല, ഇപ്പം പുഴയ്ക്ക് മുകളിലാണ്. പുഴയിലുള്ള ചില സമയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്ത് ഞങ്ങൾ പുഴയ്ക്ക് മുകളിലുള്ള പല സ്ഥലങ്ങളിലായിട്ട് മറ്റന്ന് ഉച്ചയ്ക്ക് പൂജ കഴിച്ച് അവിടെയും ഇതുമാതിരി ഒരു ഊണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഷൺമുഖ നദിയിൽ പോയിട്ട് 3 തരത്തിലുള്ള സങ്കല്പത്തിൽ മുരുകനും ഇടുമ്പനും കടമ്പനുമായിട്ടുള്ള 3 തരത്തിലുള്ള ബിംബങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ബിംബങ്ങൾ വെച്ച് അതിനെ ചൈതന്യം വരുത്തിക്കൊണ്ട് അവിടെയും കാവടി പൂജ കഴിക്കും. പക്ഷെ ആ ഒരു പൂജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ധാർമ്മികമായിട്ടുള്ള പൂജയാണെങ്കിൽ ഷൺമുഖ നദിയിൽ നടക്കുന്ന പൂജ ഒരു ആധാർമികമായിട്ടുള്ള പൂജയാണ്. ചുരുട്ട്, കഞ്ചാവ്, അത്യാവശ്യം ലഹരിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പൂജ കഴിക്കുക. ഇന്ന് കാവടി ഞങ്ങൾ വണ്ടിയിലൊക്കെയാണ് കൊണ്ടുവരണമെങ്കിലും ഇതൊക്കെ കൊണ്ടുവരുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഒരു 1972-73 കാലഘട്ടത്തിൽ ഈ പാലക്കാട് നിന്ന് വരുമ്പോൾ എലപ്പുള്ളിക്കടുത്ത് വെള്ളേക്കുളം പറഞ്ഞ സ്ഥലത്തൊന്നും പറളിക്കടുത്ത് മാണ്ടേക്കാട് പറഞ്ഞ സ്ഥലത്തൊന്നും കൊല്ലങ്കോട് ഭാഗത്തുനിന്നുള്ള
പണ്ടാരങ്ങൾ എന്നാണ് അവരെ പറയുക. അവരാണ് ഞങ്ങളുടെ വീട്ടിലെ കാവടി പൂജയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുക. കാവടി നേരത്തെ കൊണ്ടുവന്ന് കഴുകും, നല്ലെണ്ണയ്ക്ക് ഇടാൻ തുടങ്ങും, കുറേ ദിവസങ്ങൾ അങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഒരുക്കും. ഇപ്പോൾ അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് അവർ യഥാവിധി നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ ആണ്ടി പൂജ എന്നുള്ള സങ്കല്പത്തിൽ തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പണ്ടാരന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ആതിഥേയത്വം കൊടുത്ത് അവർക്ക് മുമ്പിൽ ആദ്യം ഊണ് കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുക. ഇങ്ങനെയുള്ളൊരു ചടങ്ങ് കഴിഞ്ഞാൽ നാളത്തെയും കഴിഞ്ഞ് മറ്റന്ന് ഷൺമുഖ നദിയിലെയും കഴിഞ്ഞാൽ മറ്റന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ തിരുവാവിനംകൊടിയിലാണ് സെൻറ്റർ ചെയ്യുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ 2010 പഴനിയിൽ തന്നെ നെയ്ക്കാരപ്പട്ടി ഭാഗത്ത്, അതായത് മറ്റേ ബൈപ്പാസ് റോഡിൽ പോകുമ്പോൾ പാർക്കിംഗ് സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു 84 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് വാങ്ങി അവിടെ അത് ഇപ്പോൾ ഒരു 24-25 സെൻറ്റ് സ്ഥലത്തിൽ ഒരു മണ്ഡപമായിട്ട് രൂപാന്തരപ്പെട്ടു. ഇവിടുന്ന് വരുന്ന ഒരു 4000-5000 ആൾക്കാർ ആ മണ്ഡപത്തിലും അതിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ ഇട്ട് ഒരുമിച്ച് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ പഴനിയിൽ മറ്റേ പുണർദം ദിവസവും പൂയം ദിവസവും ഒരു പക്ഷേ ഞങ്ങൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. കൊറോണ സമയത്ത് വല്ലാത്തൊരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ആരും വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മുരുകനിലുള്ള വിശ്വാസം കൊണ്ട് കൊറോണയൊന്നും വകവയ്ക്കാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തി, അവിടുത്തെ ചടങ്ങുകളൊക്കെ ചെയ്തു. ആദ്യത്തെ 1-2 ദിവസം നമുക്ക് മല കയറാൻ സാധിച്ചില്ലെങ്കിലും പൂയം ദിവസം ഞങ്ങൾ പുണർദം ദിവസം കാവടി പൂജ കഴിഞ്ഞ് ഈ പഞ്ചാമൃത അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം പാലഭിഷേകം കൂടി ചെയ്യും. ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ സാധന അവസാനിക്കുക. ഒരു 8 ദിവസത്തെ സാധനയാണ്. നമുക്ക് ബോധ്യമുണ്ട്, ബോഗറാൽ നിർമ്മിക്കപ്പെട്ട നവപാഷാണ വിഗ്രഹമാണത്. നവപാഷാണ വിഗ്രഹത്തിൽ തൈപ്പൂയം ദിവസം പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക എനർജിയും കൂടി ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുമ്പോൾ അവിടുത്തെ വിഗ്രഹത്തിന് ഒരു നല്ല ചൈതന്യം വർധനവുണ്ടാവും എന്നുള്ളതാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ പഞ്ചാമൃത അഭിഷേകം ചെയ്ത് അടുത്ത ദിവസം പാലഭിഷേകവും ചെയ്ത് ഈ ഒരു മകരമാസം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഉത്തരായന കാല ആരംഭമാണ്. ഉത്തരായന കാലം ആരംഭത്തിലാണ് മനുഷ്യന്മാർക്ക് മുഴുവൻ ആവേശങ്ങൾ, എല്ലാ കൃഷിസ്ഥലങ്ങളും എല്ലാം ഉഷാറായിട്ട് വരുന്ന കാലമാണ് ഉത്തരായനവും ദക്ഷിണായനം കഴിഞ്ഞുള്ള മകരം 1 കഴിഞ്ഞാൽ നമ്മൾ ഈ തൈപ്പൂയം ആഘോഷിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള മൂത്താന്തര എന്ന് പറയുന്ന പ്രദേശത്തുള്ള സകല ആൾക്കാരും മുരുകനെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കണ്ണകി ദേവിയാണ്, നമ്മുടെ ഇഷ്ടദൈവം മുരുകനാണ്. നൂറ്റാണ്ടുകളായിട്ട് പഴക്കം കൊണ്ടും നമുക്ക് കൈമാറി തന്ന സാധനയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഈ ഒരു അനുഷ്ഠാനം തന്നെയാണ് നമ്മുടെ വിശ്വാസവും, അതിൽ തന്നെയാണ് നമ്മൾ ആശ്വാസം കൊള്ളുന്നതും. ഹര ഹരോ ഹര മുരുക ബാലദണ്ഡായുധപാണി സ്വാമിക്കാര ഹരോ ഹര. സ്വാമി ഇത് എവിടെന്നാ വരുന്നത്? നമ്മൾ പാലക്കാട് മൂത്താന്തര എന്നുള്ള ഭാഗത്തു നിന്നാണ്. പഴനിയിൽ നിന്ന് ഇന്നലെ കാലത്ത് നേരത്തെ 3 മണിക്ക് പുറപ്പെട്ടതാണ്. നമ്മൾ പഴനി പാദയാത്ര ഫസ്റ്റ് ദിവസം കൊഞ്ചാമ്പറ എന്നുള്ള ഭാഗത്ത് അന്നദാനം കൊടുത്ത് ഇന്ന് രാത്രി കരട്ടുമല എന്നുള്ള ഭാഗത്ത് വന്ന് തങ്ങി നാളെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ആഹാരം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മടങ്ങി പിറ്റേ ദിവസം മടത്തക്കുളം എന്നുള്ള ഭാഗത്ത് വന്ന് ദൈവം തങ്ങി കാവടി പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ അടിവാരത്തെത്തും. നമ്മൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരത്ത് അടിവാരത്തെത്തി തിങ്കളാഴ്ച സമുദായത്തിൻ്റെ മൊത്തം 10,500 പേരോളം വരുന്ന കൂട്ടക്കാവടി മൂത്ത സമുദായത്തിൻ്റെ എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് പഴനി മല കയറി കൂട്ടക്കാവടി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തൈപ്പൂയത്തിന് പാലഭിഷേകം കഴിഞ്ഞ് ഉച്ചത്തെ അന്നദാനവും കഴിഞ്ഞ് 2 ദിവസം 3 നേരം പഴനി ശാന്തമകാൾ എന്നുള്ള ഭാഗത്ത് ഭക്ഷണങ്ങളുണ്ട്. ഒരു 10-250 വർഷത്തോളം പാരമ്പര്യമായിട്ട് പാലക്കാട് മൂത്താന്തരയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടാണ്. ഏകദേശം ഒരു 100-125 കിലോമീറ്ററോളം പാലക്കാട് ടു പഴനി യാത്ര കിലോമീറ്റർ വരാറുണ്ട്. 3 ദിവസത്തോളം നമ്മുടെ യാത്രാ സമയം വരുന്നത്. 3 ദിവസത്തിനിടയിൽ വഴിത്താവളങ്ങളായിട്ട് കൊഞ്ചാമ്പാറ, കരട്ടുമല, മടത്തക്കുളം 3 വഴിത്താവളങ്ങളിലും അന്നദാനം കൊടുത്ത് പഴനിയിൽ വലിയൊരു മണ്ഡപം ശാന്തമകാൾ എന്നുള്ള മണ്ഡപം കൊടുത്ത് അവിടെ രാവിലെയും വൈകുന്നേരം കംപ്ലീറ്റ് മുരുഭക്തന്മാർക്കും വരുന്നവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം കാവടി പൂജ മുരുഭക്ത സംഘം എന്ന രീതിയിൽ വർഷം തോറും നടന്ന് പുറപ്പെട്ടോളം വരുന്നതാണ്. സ്വാമി ശങ്കരാചാര്യ തുടങ്ങി വെച്ച മൂത്ത സമുദായത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ പുറത്ത് ഇന്ന് ആ ഉത്സവം പ്രവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാമി പാദയാത്ര പോകണല്ലേ, ഇത് എത്ര പേരാണ്? ഇന്നലെ രാത്രി നമ്മുടെ സമുദായത്തിലെ കാവടി പൂജ എന്നുള്ളൊരു ചടങ്ങ് പുറപ്പെട്ട് ഒരു 10-300ഓളം കാവടി മൂത്താന്തര കംപ്ലീറ്റ് കഴിഞ്ഞ് ഇന്ന് രാവിലെ 5 മണിക്ക് മൂത്താന്തരയിൽ നിന്ന് പുറപ്പെട്ട്
ഒരു 350ഓളം കാവടികൾ, പൂക്കാവടി മുതൽ തങ്കക്കാവടി വരെ നമ്മുടെ സമുദായത്തിൽ പുതിയതായിട്ട് തങ്കക്കാവടി ഉണ്ടാക്കി. പൂക്കാവടി മുതൽ തങ്കക്കാവടി വരെ പാദയാത്രയായിട്ട് പോന്നു. ഈ മാരിയങ്കോവിലിൽ 3500 പേർക്കോളം ഭക്ഷണ സജ്ജീകരണങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിഞ്ഞ് എല്ലാ ഭക്തന്മാർക്കും ഇവിടെ വരേണ്ട കംപ്ലീറ്റ് ഭക്തന്മാർക്കും അന്നദാനം കൊടുത്ത് ഒരു 3:30 മണിയോടെ ഇവിടുത്തെ അന്നദാനത്തിൻ്റെ പരിപാടി കഴിയാനുള്ളൊരു അന്തരീക്ഷമാണ് കാണുന്നത്. നമ്മുടെ ഈ കുറി പഴനിയിലെ യാത്രയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് പൂക്കാവടി, അങ്ങനെ വിട്ട് ചിത്രക്കാവടി, അത് വിട്ട് വെള്ളിക്കാവടി, ഇങ്ങനെ സമുദായത്തിൽ പല കാവടികളായിട്ട് വന്നിട്ട് ഈ കുറി നമ്മൾ വിചാരിക്കാത്ത വർഷന്തോളത്തുള്ള ആഗ്രഹമാണ് നമുക്കൊരു സ്വർണ്ണക്കാവടി എന്നുള്ളൊരു കാവടി നമുക്ക് ഉണ്ടാക്കാൻ സമുദായത്തിന് വലിയൊരു ഭാഗ്യം കിട്ടി. അത് ഭഗവാന്റെ ഇടയിൽ ഈ കുറി നടത്തിക്കൊണ്ടുപോകാനുള്ള വലിയൊരു ഭാഗ്യത്തിന് ഭഗവാനായിട്ട് നന്ദി പ്രവർത്തിച്ചും കടപ്പാടും പെട്ടിരിക്കുന്നു മാത്രം. പ്രത്യേകതകൾ എന്തെങ്കിലും? പ്രത്യേകത കേട്ട് വെച്ചാൽ നമ്മുടെ സമുദായത്തിലെ 5-6 തലമുറയായിട്ട് ഗുരുസ്വാമി കളരിക്കുന്നുള്ള രീതിക്കുള്ളൊരു പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ പാരമ്പര്യത്തിൻ്റെ 6-7 തലമുറ എന്നുള്ള രീതിക്കുള്ള ഗുരുസ്വാമി നമ്മുടെ കൂടെ ഒന്ന് ഇവിടെയുണ്ട്. ആ ഗുരുസ്വാമിയെ കൊണ്ടും കൂടെ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് കാവടി പൂജ കമ്മിറ്റി ആവശ്യപ്പെടും. ഇത് ഏകദേശം 350 വർഷങ്ങളാവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. സ്ഥാനം പേരൂർ മേൽമഠം ജ്ഞാനശിവാചാര്യർ തന്ന ഗുരുസ്ഥാനമാണ്. ശങ്കരാമഠന്മാർ വലിയൊരു മഠത്തുനിന്ന്, ശിവമഠത്തുനിന്ന് പേരൂർ അമ്പലത്തിൻ്റെ ബാക്കിൽ എപ്പോഴും ഉണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് ഫാമിലിക്ക് ഗുരുസ്ഥാനം തന്ന് മുത്താൻ സമുദായത്തിൻ്റെ കാവടികൾ നടത്തിക്കൊണ്ട് പോകേണ്ട എല്ലാ അനുഗ്രഹവും അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 7ാമത്തെ ആളാണ്. എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യ പണിക്കർ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് കേശവ പണിക്കർ, അയാളുടെ അച്ഛൻ്റെ പേര് ചൊക്കലിംഗ പണിക്കർ, അയാളുടെ അച്ഛൻ്റെ പേര് ശ്യാമി പണിക്കർ. അങ്ങനെ പരമ്പരയിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ മുരുകൻ കോലുണ്ട്. സ്വാമി ഇത് മുടങ്ങാട് എല്ലാ വർഷവും വരാറുണ്ടോ? എത്രാമത്തെ വർഷമാണ്? ഞാൻ 20ാമത്തെ വർഷം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട്, അച്ഛൻ 70 വർഷമായിരുന്നു. മൂപ്പർ 14 വയസ്സ് മുതൽ ഈ സ്ഥാനത്തിരിക്കുന്നതാണ്, ഗുരുസ്ഥാനത്ത്. മുത്തച്ഛൻ മരിച്ചിട്ട് മൂപ്പർ 14 വയസ്സ് മുതൽ ഈ സ്ഥാനത്തിരുന്നു. ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ മുരുകൻ കോലുണ്ട്. ദിവസം പൂജ ആചാരങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അച്ഛൻ മരണപ്പെട്ട ശേഷം വന്നതാണ്. ഞങ്ങളുടെ പരമ്പരയിൽ സമുദായക്കാരും എല്ലാവരും അതിൻ്റെ അനുഗ്രഹത്തോട് വന്നതാണ്. നിങ്ങൾ ഗുരുസ്വാമിയാണെന്ന് അറിയപ്പെട്ടു. അന്നദാനത്തിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് വെച്ച് എങ്ങനെയാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ? ഈ പഴനി പാദയാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂത്താൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5-6 തലമുറയ്ക്ക് മുമ്പ് തൊട്ടേ നടന്നു വരുന്നൊരു കാര്യമാണ്. ഇതിന് പ്രധാനമുണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, പഴനിയിലെ ആദ്യമായി കുംഭാഭിഷേകം നടക്കുന്ന സമയത്ത് ശങ്കരാചാര്യരെ കേരളത്തിൽ നിന്നും സന്യാസി വരിക എന്നുള്ള രീതിയിൽ അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പഴനിക്ക് പാദയാത്രയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ ഈ വലിയങ്ങാടി മൂത്താന്തര ഭാഗത്ത് കൂടെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഏതാനും ചെറിയ ആളുകൾ സ്വാമി എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ പഴനിയിലേക്ക് കുംഭാഭിഷേകത്തിന് നമ്മൾ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അന്ന് പോകുന്ന ആ ഒരു ചരിത്രമാണ് നമുക്ക് ഈ പഴനി തൈപ്പൂയ പാദയാത്രയായി നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ദാനങ്ങളിൽ ഏറ്റവും പ്രധാന ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പഴനി പാദയാത്ര അല്ലെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളിലും ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആ ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം വർഷങ്ങളായിട്ട് നമ്മൾ കുറേ തലമുറക്കാർ ചെയ്യണു. അതിപ്പോൾ നമ്മളോടെ കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഇത് വേറെ ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് കുറേ ആളുകൾക്ക് വഴിയിൽ കുറേ കാലം മുമ്പൊന്നും ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സുഭിക്ഷമായിട്ട് ഇപ്പോൾ ഇവിടെ പൂജയും മറ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അന്നദാനം നടക്കുന്നു. കുറച്ചപ്പുറത്ത് വഴിയിൽ പാദയാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വഴി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പഴനിയിലെ തൈപ്പൂയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും കാവടി പൂജയും മറ്റും കാര്യങ്ങൾ നടത്തി പാദയാത്രയായി പോയി ഭഗവാന്റെ അനുഗ്രഹം ഓരോ വർഷത്തേക്കും വാങ്ങാനുള്ള ഒരു ശ്രമം. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്. ഇതാണ് ചുരുങ്ങിയത് 5000-ഓളം ആളുകൾക്ക് അന്നദാനങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അതിനെല്ലാത്തിനും നേതൃത്വം ചേട്ടനാണെന്നും അറിഞ്ഞു. കുറേ നമ്മളൊരു കമ്മിറ്റിയാണ്, ചേട്ടൻ ഒറ്റയ്ക്കല്ല. ഇതിനെന്നുള്ളൊരു സമിതിയുണ്ട്.
ആ സമിതി എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഉപഭോക്തൃ സംഘം എന്നുള്ള രീതിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി പോകുന്ന വണ്ടിയാണ് അതാ നിൽക്കുന്നത്. ഇതുപോലെയുള്ള പല സംവിധാനം ഇനി ഇവിടെ ഞങ്ങൾ പൊള്ളാച്ചിക്ക് അപ്പുറത്തുള്ള സ്ഥലത്തുണ്ട്, അത് കഴിഞ്ഞ് ഉടുമ്പൽപേട്ടയ്ക്ക് അപ്പുറത്തുള്ള സ്ഥലത്തുണ്ട്, അവസാനം പഴനിയിലാണ് നമ്മൾ വളരെ വിപുലമായിട്ട് എല്ലാ ആളുകളും വന്ന് ചേരുന്ന സ്ഥലം പഴനിയിലാണ്. അപ്പോൾ അവിടെ വളരെ വിപുലമായിട്ട് 10-ാം തീയതിയും 11-ാം തീയതിയും മൂന്ന് നേരം മുഴുവൻ സമയം ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ദൗത്യം വളരെ നല്ല രീതിയിൽ നടത്താൻ വലിയൊരു സമിതി തന്നെ നമ്മളിതിനു വേണ്ടി എല്ലാ വർഷവും തിരഞ്ഞെടുക്കും. അതിൽ ഈ വർഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നിരിക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ. എല്ലാ വർഷവും ഈ കൊഴിഞ്ഞാമ്പാറയിൽ ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണോ അന്നദാനങ്ങളും തന്നെയാണ് കൊടുക്കാറുള്ളത്. ഓരോ 1-2 വർഷം ഇവിടെ ഈ വർക്ക് കുംഭാവശ്യമായിട്ടും കഴിയാത്തതുകൊണ്ട് അതിൻ്റെ അപ്പുറമുള്ള എന്താ ഒരു മണ്ഡപം, കല്യാണ മണ്ഡപത്തിൽ നടത്തുന്നുണ്ട്. അല്ലാതെ എല്ലാ സമയവും ഇവിടെ തന്നെയാണ് നടത്താറുള്ളത്. അതിനുവേണ്ടി നമ്മുടെ ഈ അമ്പലത്തിൻ്റെ മാറി മാറി വരുന്ന കമ്മിറ്റിക്കാർ, ഭാരവാഹികൾ നമ്മളോട് പൂർണ്ണമായിട്ടും സഹകരിക്കാറുണ്ട്. നമ്മളെന്തെങ്കിലും ചെറിയതായിട്ടുള്ള സഹായം മാത്രമേ അവർ ആവശ്യപ്പെടാറുള്ളൂ, അത് നമ്മൾ പൂർണ്ണമായിട്ട് അവരോട് ചെയ്യാറുള്ളൂ. എത്ര വർഷമായിട്ട് ഇതേ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ അന്നദാനങ്ങളും അതേപോലെ ഈ വിശ്രമ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ കഴിയും? ഏകദേശം 10-35 വർഷം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇനി അതിന് മുമ്പിലുള്ള കാര്യങ്ങൾ അറിയില്ല. ഏകദേശം 10-35 വർഷമായിട്ട് ഇതേ അമ്പലത്തിൽ തന്നെ. ഇപ്പോഴാണ് ഈ അമ്പലത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ, മണ്ഡപവും ഈ കാര്യങ്ങളൊക്കെ വന്ന്. പക്ഷേ ഇതിനു മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല, ഒരു പറമ്പ് മാത്രമായിരുന്നു. നമ്മൾ ഓലപ്പന്തലോ അല്ലെങ്കിൽ തുണിപ്പന്തലോ ഷാമിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാമി, അന്നദാനത്തിൻ്റെ എല്ലാം നോക്കുന്നത് താങ്കളാണെന്ന് അറിഞ്ഞോ? ഇതിൽ എത്ര കാലമായിട്ട് തുടങ്ങി? നമ്മുടെ മുതിർന്നവരെ ഒരു മാതൃകയായിട്ട് പിന്തുടർച്ച അവകാശക്കാരായിട്ട് കുറേ പേര് മൂത്താൻ സമുദായത്തിൽ നിന്ന് പഴനി യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഇതിന് വർഷങ്ങളോളമില്ല. വളരെ ദയനീയ അവസ്ഥയിൽ കാളവണ്ടിയിലും കാര്യങ്ങളൊക്കെ ചാപ്പാടും ഭക്ഷണവും കാര്യങ്ങളെല്ലാം വെച്ച് പോയ ഒരു ചരിത്രത്തിൻ്റെ അതാണ്. പിന്നെ നമ്മുടെ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കണം. ഗുരുസ്വാമി ആദരിച്ചുകൊണ്ട് പോകുന്ന ഒരു കമ്മിറ്റി ഭൂരിവിവരമായി ഇതിന് വർഷങ്ങളുമില്ല. അയാളുടെ പിന്തുടർച്ചക്ക് അവകാശക്കാരാണ്. ഒരു 10-15 തലമുറകൾ അദ്ദേഹം. ആ തലമുറ എത്രയെന്ന് പോലും പറയാൻ വർഷങ്ങളില്ല. പഴനിയിൽ ഭഗവാനെ ഭോഗർ സ്ഥാപിക്കുമ്പോൾ അതിലൊരു അംഗം വഹിച്ചു എന്നുള്ള ഒരു ചരിത്രവും കൂടെ മൂത്താൻ സമുദായത്തിന് പഴനിയായിട്ട് കണക്ഷൻ. പിന്നെ പഴനിയിൽ നമ്മുടെ സമുദായത്തിനാണ് ഈ പഞ്ചാമൃതം എന്ത് തിരക്കാണെങ്കിലും തൈപ്പൂയത്തിന് അഭിഷേകം ചെയ്യാനുള്ള അവകാശം കിട്ടിയ ഒരു സമുദായമാണ് മൂത്താൻ സമുദായം. അതിൻ്റെ പേരിൽ പട്ടയം പുതുക്കാനും കാര്യങ്ങളൊക്കെ ഒരു കാലതാമസം വന്നപ്പോൾ ഇപ്പോൾ പിന്തുടർച്ചക്കാർ ആ ആചാരപ്രകാരം ചെയ്തു തുടങ്ങും. പഴയ അവകാശക്കാരാണ്. ജന്മം കൊണ്ട് പാലക്കാടാണെങ്കിലും ജനിച്ചതും വളർന്നും മൂത്താന്തരത്ത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരെ പഴനിയിൽ എല്ലാ ജന്തുബന്ധുവും അറിയും. ആ ഒരു ജീൻ, ആ ഒരു കണക്ഷൻ. സ്വാമി, എത്ര വർഷം എല്ലാവർക്കും ഫുഡ് കൊടുക്കും? ഇതിന് വർഷങ്ങൾ പറയാൻ ഇല്ല. തലമുറയായി ചെയ്തു വരുന്നു. ഇപ്പോൾ ആ ഉത്തരവാദിത്വം നമുക്ക് തോന്നുന്നു. നമ്മളെ കൂടെ എല്ലാവർക്കും ഉള്ള ഈ കാണുന്നവരെല്ലാവരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ കാണുന്നവരുടെ എല്ലാവരും ഈ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.